ഹായ് ഗൈസ്, അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഗരുഡാമാണ്ടിലെ പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം വൈശാഖ് ഉണ്ട്. വൈശാഖ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ നാട്ടിലുള്ള ചേഞ്ചസ് ഒക്കെ ഒന്ന് വൈശാഖിനെ അറിയിക്കേണ്ട. വൈശാഖ് ചെന്നൈയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു, അങ്ങനെ മാത്രമാണ് ജീവിതം. അപ്പോൾ നമ്മുടെ പട്ടാമ്പിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മാളിൽ വന്നത്. ഇപ്പോൾ ഇവിടെ മാളിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് പർച്ചേസിൻ്റെ തിരക്കുകളിൽ അത് നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത് നമ്മളൊരു ഫുഡ് അടിക്കാനൊരു സ്പോട്ടിൽ പോകാം. അവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇവിടുത്തെ പാർക്കിംഗ് ലോട്ടിലുള്ള ചേട്ടനായിട്ട് ഇപ്പോൾ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി തരും. പട്ടാമ്പി ഗരുഡമാൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഹൈപ്പർ മാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ സിനിമാസ്, ഫുഡ് കോർട്ട്, അതുപോലെ കിഡ്സിന്റെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഫ്രണ്ടിലുള്ള വണ്ടി പോകുന്നില്ല ഗൈസ്, പോയാലല്ലേ എനിക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റൂ. അജിത്തിന്റെ ഫാൻ ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മള് കുറച്ച് സ്കിൽസ് ഒക്കെ കാണിക്കണ്ടല്ലേ. അത് തല അജിത്ത്, അത് വെറും മറിച്ചു. നമുക്ക് അതൊന്നും പരിപാടിയില്ല. എന്നാലും അജിത്തിന്റെ ഒരു 5% എങ്കിലും കാണിക്കാലോ. ആയോട്ടെ, അറ്റ്ലീസ്റ്റ് വണ്ടി ഓഫ് ആവാതെ ഓടണം, അത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഒരു തവണ ഓഫായി. അത് ഞാനല്ല ടൈസ് കാരണം, അത് എന്റെ ഫ്രണ്ടിലുള്ള വണ്ടിക്കാരൻ കറക്റ്റ് സമയത്ത് കടന്നില്ല. ഇനിയിപ്പോ അയാളുടെ തലയിലിടാം, അത്രേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പോവുകയാണ് TNTയിലേക്ക്. നമ്മുടെ വൈശാഖ് നമ്മുടെ നാട്ടിൽ വരുമ്പോ എന്തെങ്കിലും നല്ല ഫുഡ് സ്പോട്ട് കൊണ്ടുപോണ്ടേ, അപ്പൊ അതാണ് പട്ടാമ്പിയിലെ മഞ്ഞളിങ്കലിലുള്ള TNT കേരള. അതിന്റെ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. കോഴികൾ ഇങ്ങനെ കറങ്ങണ കണ്ട അത് കാണുമ്പോൾ തന്നെ എന്താ ഒരു സുഖം. അപ്പോൾ നമ്മുടെ മച്ചാൻ കാർത്തിക് സൂര്യ ഈ അടുത്ത് കോഴിക്കോട് മറ്റു പോയപ്പോൾ TNTനെ കുറിച്ച് പറഞ്ഞു. അടിപൊളി ഫുഡാണ്, പ്രത്യേകിച്ച് അവരുടെ ഷവായ. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ പട്ടാമ്പിയിൽ ഈ TNT ഉണ്ടായിട്ട് ഇതുവരെ പോയി നോക്കി കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. സോ അങ്ങനെ വൈശാഖ് വന്നപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു ഇന്ന് TNTയിലാക്കാൻ നമ്മുടെ ഡിന്നർ. ഫസ്റ്റ് തന്നെ ഇവരുടെ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട് ഇവരുടെ ഷവായ നോക്കാം. ഒരു നോർമൽ ഷവായും ഒരു മസാല ഷവായാണ് ഓർഡർ ചെയ്തിട്ട്. വൈശാഖിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ പഴയ പോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒന്നും ചെയ്യുന്നില്ലേ എന്ന്. എന്താ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞപ്പോൾ ഫുൾ ജോർജ് സാറുമാരാണ്. കട്ടിമീശ ഉള്ളവരൊക്കെ പിടിച്ച് ജോർജ് സാറായിരിക്കുക. 36 വർഷമായിടാ ബെൻസേ ഞാൻ പോലീസിൽ. എനിക്കെന്തോ ആ റീൽസ് ഒന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഷവായ മറ്റേ മസാല ഷവായ ഉണ്ട്, അടിപൊളി. അപ്പം അതിൻ്റെ കൂടെ ഒരു പിക്കിള് പോലെ ഒരു സാധനം കിട്ടും, മാങ്ങയുടെ നൈസാത് കേട്ടിട്ടുണ്ട്. നോക്കാം അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ഇത് ക്വാർട്ടർ 2 ഇതുണ്ട്. ഇതാണ് മസാല ഷവായ, ഇത് നോർമൽ ഷവായ. അത് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം. ഒരു പീസ് കഴിച്ചു നോക്കിയോ. അതിൽ ഈ ബീട്രൂട്ട് ചട്നി, എന്നാൽ പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇവരുടെ മസാല ഷവായി. ആ ബീട്രൂട്ടിൻ്റെ ഒരു സോസ് ഉണ്ട്, പിന്നെ ഗ്രീൻ കളർ സോസ് എന്താണെന്ന് അറിയില്ല, അതും പിന്നെ ഇവരുടെ മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ടുള്ള ആ ഒരു പിക്കിളും കൂടി ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ പൊന്നോ, എന്നാ ടേസ്റ്റായത്. കാർത്തിക് സൂര്യ പറഞ്ഞത് വെറുതെ അല്ല. ഇതാണ് കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റം ഞാൻ പറഞ്ഞത്, ആ പച്ചമാങ്ങേൻ്റെ ഐറ്റം. ചേടാ, ഇത് ഇത്രയും കാലമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുന്നു. വ്ളോഗിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരുന്നാലോ എന്ന് തോന്നുന്നുണ്ട്. കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ കുബൂസ് അത്ര വലിയ കാര്യമില്ല, അല്ലെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് അല്ലേ. കുബൂസിന് പകരം റുമാൽ റൊട്ടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. വേണമെങ്കിൽ പൈസ കൊടുത്ത് എക്സ്ട്രാ വാങ്ങടാ എന്നാവും നിങ്ങളുടെ കമൻ്റ് അല്ലേ.
ആ ലീവ്സും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് പെടച്ചു. അപ്പോഴേക്കും എൻ്റെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനപ്പോൾ വൈശാഖിൻ്റെ നോർമൽ ഷവയും കൂടി കൈ വെച്ചു കേട്ടോ. വൈശാഖിനതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അതും കൊള്ളാം കേട്ടോ. വൈശാഖ് അപ്പോഴേക്കും അറബിക് റൈസ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു റൈസ് ഐറ്റംസ് കഴിക്കണം രാത്രി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് റൈസും കഴിക്കാം. എന്തായാലും ആ കുബൂസ് വേസ്റ്റ് ആക്കണ്ട. നമുക്ക് കുബൂസും ഒരു പീസും പിന്നെ മയണൈസും കൂടി ചേർത്തിട്ടൊന്ന് കഴിക്കാം. മയണൈസ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ നമുക്ക് തരാൻ അവർക്ക് മടി പോലെ. അപ്പം ഞാൻ അപ്പുറത്തെ ടേബിളിൽ നിന്ന് അങ്ങോട്ട് എടുത്തു. അത്ര നല്ല സാധനം അല്ലെങ്കിൽ പോലും ഈ ഷവായും ഷവർമയും കഴിക്കുമ്പോൾ അത് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോഴേക്കും അറബിക് റൈസ് കുറച്ച് എൻ്റെ പ്ലേറ്റിലേക്കും വൈശാഖ് തട്ടി. വൈശാഖ് ഫുഡ് സെർവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കില്ലാടി തന്നെ. അപ്പോൾ അറബിക് റൈസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ച് നോക്കാം. പൊതുവെ ഈ മന്തി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്കും ഈ അറബിക് റൈസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൊള്ളാം. അതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ഒരിത്തിരി ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി. അതിനുശേഷം ആ ബീട്രൂട്ട് സോസ് ഉണ്ടല്ലോ അതും ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കി. എന്തായാലും 2 കോമ്പിനേഷനും കലക്കിയിട്ടുണ്ട്. ഷവായോടൊപ്പം കൊണ്ടുവന്ന ആ മാംഗോ പിക്കിൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും ചേർത്തിട്ട് അറബിക് റൈസ് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. കിഡിലൻ. കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു ചെറിയ റോളും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഷവർമ റോള്. അതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ഫുൾ മീറ്റ് റോള്. ഇതെന്തായാലും നമ്മൾ ഷെയർ ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ആ റോള് കഴിക്കുന്നതിന് മുന്നേ ഈ TNTനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. 2020 ഈ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് കോഴിക്കോട്. ഇപ്പോൾ കോഴിക്കോടിന് പുറമെ പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, തലപ്പാറ, തിരൂര്, ചാവക്കാട്, ഒറ്റപ്പാലം, പാലക്കാട്, പട്ടാമ്പി, എടപ്പാളൊക്കെ ഇവരുടെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു ഫുഡ് ശൃംഖല. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ TNT. എൻ്റെ റോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റിച്ച് ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ വെറുതെ ക്യാബേജ് സംഭവം ഒന്നും ഇട്ടിട്ട് നമ്മളെ പറ്റിച്ചിട്ടില്ല. ഫുൾ മീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡ്രിങ്ക്സ് വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടുമോ ചോദിച്ചു. അതല്ല, നമ്മുടെ മൊജീറ്റോ അതല്ലെങ്കിൽ നാരിയൽ കാപ്പാനിയോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ബില്ല്. നമ്മൾ ഇത്രയും കഴിച്ചിട്ടും 530 റുപ്പീസ് ആയിട്ടുള്ളൂ. അത് അത്യാവശ്യം ഓക്കെയാണ്. കാരണം അത്യാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ കമ്പയറിങ് ടു അതർ ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ ഇവരുടെ ഔട്ട്ലെറ്റ്സ് അല്ല മറ്റ് കടകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ക്വാളിറ്റി വൈസ് നല്ലതായിരുന്നു. ടേസ്റ്റും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ അതേപോലെ എന്താ പറയുക സൈഡ് ഡിഷസ് ഒക്കെ കൊള്ളാം. പ്രൈസും കറക്റ്റാണ്. കൂടുതലും കൊല്ല കുറവുമല്ല. കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയാണ്. അതെ, നമ്മുടെ മണി വർത്താണ്. അപ്പൊ ശരി, എന്നാ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കൊച്ചു വീഡിയോ ആണെന്നറിയാം, ഒരു ഫുഡ് വ്ളോഗ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഈ TNTയുടെ വല്ല ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. എന്തായാലും വർത്തായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.